ഓണത്തിന് മുൻപ് നേന്ത്രക്കായ്ക്ക് വില ഉയരുന്നത് ആശങ്കയാവുകയാണ്. നേന്ത്രക്കായ്ക്ക് കടുത്ത ക്ഷാമം നേരിട്ടതോടെയാണ് നേന്ത്രപ്പഴത്തിനടക്കം വിപണിയിൽ വില വർദ്ധിച്ചത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ മൊത്ത വിപണിയിൽ നേന്ത്രക്കായ്ക്ക് 30 രൂപ വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഓണസദ്യയ്ക്ക് ചെലവേറുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. വിപണിയിൽ നേന്ത്രക്കായ കിലോയ്ക്ക് 70 നിന്ന് 85 രൂപയിലേക്കാണ് ഉയർന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ മൊത്ത വിപണിയിൽ നേന്ത്രക്കായയ്ക്ക് 25 മുതൽ 30 രൂപ വരെയാണ് കൂടിയത്. വന്യജീവി ആക്രമണവും പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനത്തിലുണ്ടായ കുറവുമാണ് വില ഉയരാനിടയാക്കിയത്. നേന്ത്രക്കായ്ക്ക് പുറമെ ഞാലിപ്പൂവൻ പഴത്തിന് കിലോ 50 രൂപയിൽ നിന്ന് 90 രൂപയിലെത്തി. റോബസ്റ്റ 35 രൂപയിൽ നിന്നും 50ലേക്കായി. ചുവന്ന പഴം 60-ൽ നിന്ന് 80ലേക്ക് ഉയർന്നു. നല്ല രീതിയിൽ വിലയായി. നല്ല രീതിയിൽ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് 5 രൂപ 10 രൂപ കൂടി കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില്ലറ വിൽപ്പന 75-80 ഒക്കെ ആയി. ഇനി അങ്ങോട്ട് കൂടത്തതേ ഉള്ളൂ. ഈ അന്തരീക്ഷം മോശമായതിനെ കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കുറഞ്ഞു കിടക്കുന്നത്. എന്തായാലും ഓണത്തിന് നമ്മൾ പഴം ഉപയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും പായസത്തിനൂടെ ഞാലിപ്പം പഴം വേണം, ഉപ്പേരിക്ക് ഏത്തയ്ക്ക വേണം, എല്ലാം അത് ഉപയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ. അതിനെക്കൊണ്ട് ഇപ്പം എന്ത് വിലയായാലും ആൾക്കാർ സാധനം അത് വാങ്ങും, വാങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അതേസമയം കനത്ത മഴയിലും കാറ്റിലും നേന്ത്രവാഴ കൃഷി വ്യാപകമായി നശിച്ചതിനാൽ ഇത്തവണ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ചവ പൊതുവെ കുറവാണ്. ഇത് മുതലെടുത്ത് മറ്റ് സംസ്ഥാനങ്ങൾ വില വർദ്ധിപ്പിക്കുന്നതായും ആക്ഷേപമുണ്ട്. ഓണം വിപണി ലക്ഷ്യമിട്ട് വറുത്തുപ്പേരി, ശർക്കരയുപ്പേരി, കായ വറുത്തത്, പഴം വറുത്തത് എന്നിവയ്ക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. വിപണിയിൽ അടിയന്തര സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ചെറുകിട വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.